അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയങ്കരനായ അധ്യക്ഷൻ എം മധുട്ടി സാഹിബ്, യോഗം ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന കെ സി വേണുഗോപാൽ എം പി അവർ, ആദരണീയനായ അബ്ദുൽ സമദ് സമദാനി സാഹിബ് എം പി, സി പി ബാഹാജി അവർ, AICC ഒബ്സർവർ അലി മെഹന്തി, മൈനോറിറ്റി സെൽ AICC ചെയർമാൻ ഫർഹാൻ ആസ്മി, നിഖിൽ അഗർവാൾ, സയ്യിദ് നഖ്വി, അഡ്വക്കേറ്റ് പി നസ്രുള്ള സാഹിബ്, ഇബ്രാഹിം മുത്തൂർ, അഡ്വക്കേറ്റ് AM രോഹിത്, ബാവാജി സാഹിബ്, വേദിയിലെ മറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമ്മന്നതരായ നേതാക്കളെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി DCC പ്രസിഡന്റ് കൂടിയായ VS ജോയ്, മറ്റ് നേതാക്കൾ, ഇവിടെ കൂടിയ പ്രിയ സഹോദരി സഹോദരന്മാർ, ആദരണീയനായ സമദാനി സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ മംഗള കാര്യങ്ങൾക്കും ഒരു നല്ല തുടക്കം അത് ഈ മംഗലത്ത് വെച്ച് തന്നെ ആവട്ടെ എന്നുള്ളത് അർത്ഥവത്തായ വാക്കുകളാണ്. നമ്മുടെ VS ജോയ് DCC പ്രസിഡന്റ് എന്നുള്ള നിലക്ക് നമ്മുടെ ജില്ലയിൽ ഉടനീളം അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. ജില്ലയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പും ഭദ്രതയും കാത്തുസൂക്ഷിക്കാനും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം, പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ നല്ല വിജയം മലപ്പുറത്ത് ഉണ്ടാക്കുന്നതിന് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷമില്ലാത്ത വിധത്തിൽ ജില്ലാ പഞ്ചായത്തിനെ ഉറപ്പിച്ചു നിർത്തുന്നതിലൊക്കെ VS ജോയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും UDFൻ്റെ സഹപ്രവർത്തകരുമെല്ലാം ചെയ്തിട്ടുള്ള വലിയ സേവനങ്ങൾ അത് ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ്. സമദാനി സാഹിബ് ഇവിടെ വിശദമായിട്ട് തന്നെ സംസാരിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വർത്തമാനകാല രാഷ്ട്രീയം, വർത്തമാനകാല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം, കേരളത്തിൻ്റെ ഭാവി, ഇതേക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഈ നീലക്കുറിഞ്ഞി പൂക്കാൻ 12 വർഷക്കാലമാണ് കാത്തിരിക്കുക. സമദാനിയുടെ പ്രസംഗത്തിൽ നമ്മൾ പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. എന്നാൽ 10 വർഷം കൊണ്ട് ഇപ്പോൾ കേരളത്തിലൊരു നീലക്കുറിഞ്ഞി പൂക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ ഈ ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നീലക്കുറിഞ്ഞി പൂക്കൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വിടരുക തന്നെ ചെയ്യും എന്നാണ് നമ്മളെല്ലാവരും കുറച്ച് വിശ്വസിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ജനജീവിതത്തിൻ്റെ നാനാ തുറകളിലും ആ വീർപ്പുമുട്ടൽ അനുഭവിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ ഭരണം ഒന്ന് അവസാനിച്ച് കിട്ടിയെങ്കിൽ എന്ന് ജനങ്ങൾ വളരെയേറെ ദാഹിച്ചു കൊണ്ടിരിക്കുന്നു. അവിടേക്കാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയുള്ള 5 വർഷക്കാലം ആശ്വാസത്തിൻ്റെ കാലമാണ്, മോചനത്തിൻ്റെ കാലമാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമെല്ലാം അതിനൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള കാലമാണ് ഇനിയുള്ള 5 വർഷക്കാലം. അതിന് നേതൃത്വം കൊടുക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്കേ സാധിക്കുകയുള്ളൂ. കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, RSPയുടെ നേതാക്കൾ, മറ്റ് നമ്മുടെ ഘടകകക്ഷികളുടെ പ്രാപ്തരായിട്ടുള്ള നേതാക്കൾ, അവരെല്ലാവരും വളരെ പരിചയ സമ്പന്നരാണ്, ഭരണ നൈപുണ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. കൂട്ടുത്തരവാദിത്വമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്. എന്നാൽ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ അഭാവം നേലിച്ചുകൊണ്ടിരിക്കുന്ന 10 വർഷമാണ് ഇപ്പോൾ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കാഴ്ചവെച്ച ഭരണം അത് കേരളത്തിൻ്റെ സുവർണകാലമായിരുന്നു എന്നെല്ലാവരും ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലത്തെക്കുറിച്ച് അങ്ങനെയാണ് എല്ലാവരും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷം മുമ്പത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ജനങ്ങളുടെ ഓർമ്മയിലെത്തുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൂടുതലായിട്ട് ആൾക്കാരോട് സംസാരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അത് മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാവരും സ്വയം അത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയും അത് സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതി 19 സീറ്റുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകി. ഈ ഭരണകാലത്ത് തന്നെ ഉണ്ടായ 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നിലമ്പൂരിലും പാലക്കാടും തൃക്കാക്കരയിലൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയെ വൻപിച്ച തോതിൽ വിജയിപ്പിച്ചു. ത്രിതല പഞ്ചായത്തിലാണെങ്കിൽ വലിയ വിജയം കേരളത്തിലുടനീളം നമുക്കുണ്ടാക്കാൻ പറ്റി. സാധാരണ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മളാരും അങ്ങനെ നോക്കാറില്ല. അതൊരു ഏകപക്ഷീയമായിട്ടൊരു ഫലമാണ് വരാറുള്ളത്. ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ടി വിയൊക്കെ ഓഫാക്കും. ഇത്തവണ അങ്ങനെയല്ല. 10 മണിക്ക് ശേഷമാണ് എല്ലാവരും ടി വിയൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കുന്നത്. കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ഓരോ ജില്ലയിലും വിജയിച്ചു വരുന്ന വാർത്തയാണ് ഇത്തവണ നമുക്ക് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണുവാൻ പറ്റിയത്. അപ്പോൾ അത് കേരളത്തിൻ്റെ ഹൃദയമാണ്, കേരളത്തിൻ്റെ ഒരു പൊതുവായ ചിത്രമാണ്, പൊതുവായ മനസ്സാണ്, ചിന്തയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മലപ്പുറം ജില്ലയിലാണെങ്കിൽ പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്തിന് അവിടെ പ്രതിപക്ഷം തന്നെ ഇല്ല. ബ്ലോക്ക് പഞ്ചായത്തുകളിലും പ്രതിപക്ഷമില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തുകൾ ധാരാളമുണ്ട്. മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലും 95% പഞ്ചായത്തുകളും ഐക്യ ജനാധിപത്യം എനിക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു. ഇങ്ങനെയുള്ള ഈ വലിയ നേട്ടം ഇതൊക്കെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് ആ ഒരു മനസ്സ് ഇവിടെ നിലനിൽക്കുകയാണ്. കേരളത്തിലൊട്ടാകെ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുമുണ്ട്. അതുകൊണ്ടാണ് ടീം UDFൻ്റെ വിജയം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയാറുള്ളത്. ഇനി അടുത്ത 5 വർഷക്കാലം ടീം UDFൻ്റെ കാലമാണ്. ആ കാലം കേരളത്തിലെ ജനങ്ങളുടെ കാലമാണ്. ജനങ്ങൾക്ക് ഭരണ പങ്കാളിത്തം ലഭിക്കുന്ന കാലമാണ്. ഇപ്പോൾ ഭരണകൂടവും ജനങ്ങളും തമ്മിൽ അകന്നാണ് കഴിയുന്നത്. സെക്രട്ടേറിയറ്റ് പോയിട്ട് ആൾക്കാരെ കാണാൻ പറ്റില്ല. അവിടെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ വന്നാൽ സെക്രട്ടേറിയറ്റിൽ ജനങ്ങളുണ്ടാവും. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവരവിടെ വരും. ഓരോ ഭരണാധികാരിയും ഭരണീയരെ കാണുക എന്നുള്ളത് അത് സ്വാഭാവികമായ ഒന്നാണ്. ഭരണീയരെ കണ്ട് ഭരിക്കുന്ന ആളുകൾ, ഭരിക്കപ്പെടുന്ന ആളുകൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ ഭരണകർത്താക്കളുടെ കടമ. ഗാന്ധിജിയൊക്കെ പറഞ്ഞു തന്ന അതാണ്. നിങ്ങളുടെ മുമ്പിലെത്തുന്ന ആൾ അയാൾ ഒരു പക്ഷേ കരഞ്ഞുകൊണ്ടായിരിക്കും അവിടെ വരുന്നത്. എന്നാൽ അയാളുടെ മുഖത്ത് പ്രസന്നമായ മുഖത്തോടെ ആയിരിക്കണം അയാൾ തിരിച്ചു പോകേണ്ടത് എന്നതാണ് ഗാന്ധിജി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. UDFൻ്റെ ഭരണകർത്താക്കൾ അങ്ങനെയാണ്. അവരുടെ മുമ്പിലെത്തുന്നവരുടെ പ്രയാസം, ആ പ്രയാസത്തെ കേട്ട് ആ പ്രയാസത്തെ പരിഹരിച്ചു കൊടുക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു സംസ്കാരമാണ് കേരളത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം അത് നമുക്ക് വീണ്ടെടുക്കണം. അതിനാണ് ഈ തവണത്തെ തിരഞ്ഞെടുപ്പ്. മാത്രമല്ല പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറയാണ്. അവരുടെ ഭരണമാണ്, അവരുടെ കാഴ്ചപ്പാടുകളാണ്. ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പുതിയ തലമുറയാണ് ഭരണകൂടങ്ങളെ ഉണ്ടാക്കുന്നത്, ഭരണകൂടങ്ങളെ താഴെ ഇറക്കുന്നതൊക്കെ പുതിയ തലമുറയാണ്. കേരളത്തിലെ പുതിയ തലമുറ ഇപ്പോഴുള്ള ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം പുതിയ തലമുറക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ അതിന് ഭരണപരമായിട്ടുള്ള കാഴ്ചപ്പാട് ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ യുവാക്കളും ഒക്കെ പുറത്തു പോവുകയാണ്. അവർ കേരളത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കിയാൽ വലിയ തിരക്കാണ്. അവിടെ എയർപോർട്ടിൽ പോയി നോക്കിയാലും വലിയ തിരക്കാണ്. ഒക്കെ കേരളം വിട്ടുപോവുകയാണ്. അവിടെ കാഴ്ച കാണാൻ പോവല്ല, ജീവിതായോധനത്തിന് വേണ്ടി അവർ പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും ആ യോഗ്യതകളും ഒക്കെ ആയിട്ട് അവർ പോവുകയാണ്. അതിന് ജോലി അന്വേഷിച്ച് അവർ പോകുന്നു. ഇത് കേരളത്തിൽ തന്നെ ഇവിടെ തന്നെ പ്രയോജനപ്പെടുത്തേണ്ട നമ്മുടെ വിഭവശേഷിയാണിത്, ഹ്യൂമൻ റിസോഴ്സ്. അതിവിടെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല. അത് പുറം രാജ്യങ്ങളിലേക്കും പുറം സംസ്ഥാനങ്ങളിലേക്കുമാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ അവരുടെ ആ വിഭവശേഷി
ആ റിസോഴ്സ് അതിവിടെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയണം. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളും സംരംഭങ്ങളും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളും ഇതൊക്കെ കൊണ്ടുവരുവാൻ UDFന് സാധിക്കുകയുള്ളൂ. UDF സ്മാർട്ട് സിറ്റി ഉണ്ടാക്കി, കിൻഫോ പാർക്കുകൾ ഉണ്ടാക്കി, അതിനൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സാധിക്കുന്നില്ല. അതേ അവസരത്തിൽ യുവാക്കൾ അധ്വാനിക്കാൻ തയ്യാറാണ്. ആരും വെറുതെ ഇരിക്കുന്നില്ലല്ലോ, എല്ലാവരും എൻഗേജ്ഡ് ആവാൻ വേണ്ടി തയ്യാറാണ്. അപ്പം അതിന് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കണം. ഐക്യജനാധിപത്യ മുന്നണി ആ രീതിയിലാണ് അതിൻ്റെ പ്രകടന പത്രിക അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറ്റുവാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പുതുയുഗ യാത്ര നടക്കുകയുണ്ടായല്ലോ. ആ യാത്രയിൽ എല്ലാ മണ്ഡലങ്ങളിലും ആയിരക്കണക്കായ ആളുകളാണ് പ്രതിപക്ഷ നേതാവിനെയും അദ്ദേഹത്തോടൊപ്പം ഉള്ള സഹയാത്രികരെയും ഒക്കെ സ്വീകരിക്കുവാൻ തയ്യാറായത്. അന്ന് വിളിച്ച മുദ്രാവാക്യം അത് UDFൻ്റെ ആ കൂട്ടായ്മയാണ്. ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ടീം UDFൻ്റെ വിജയം ആ യാത്രയിൽ കാണാൻ പറ്റി. എന്നാൽ ആ സമയത്ത് തന്നെ വേറൊരു യാത്രയും കേരളത്തിലൂടെ കടന്നുപോയിരുന്നു. ആ യാത്രയൊക്കെ ജനങ്ങളിങ്ങനെ യാത്രയപ്പ് കൊടുത്ത് വിടുകയാണ് ചെയ്തത്. സതീശ യാത്രക്ക് എല്ലാവരും ഹൃദയം കൊണ്ട് അതിനെ സ്വീകരിച്ചു. അവരുടെ പ്രതീക്ഷയായിരുന്നു, കേരളത്തോടുള്ള ഭാവിയോടുള്ള പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയെ സാക്ഷാത്കരിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ BS ജോയിയാണ് ഇവിടെ തവനൂരിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രഥമ മത്സരമാണിത്. വലിയവരുമായി ഏറ്റുമുട്ടിയിട്ടുള്ള ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് ഇവിടെയും അദ്ദേഹം വന്നിട്ടുള്ളത്. സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഉന്നത പ്രതീകമാണ് പ്രിയപ്പെട്ട BS ജോയ്. നമുക്കറിയാലോ, ജില്ലയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഓടിയെത്തി അതിനെ പരിഹരിക്കുന്ന കാര്യത്തിൽ ജോയ് മുന്നിട്ട് നിൽക്കാറുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയമായിട്ടും അതുപോലത്തെ മറ്റു രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പലയിടത്തും ഉണ്ടാകുന്ന സംഭവങ്ങൾ, ആ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജോയ് ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വരും, ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യും. അവിടെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെതുമായിട്ടുള്ള ഉറച്ച ശബ്ദമാണ് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കാറുള്ളത്. മുസ്ലിം ലീഗൊക്കെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ ജീവകാരുണ്യ പ്രവർത്തനം ജാതിമത ഭേദമന്യാണ്. ഇപ്പോൾ നമ്മൾ ബൈത്തുർ റഹ്മ കൊടുക്കാറുണ്ട്, CH സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, PTHൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, ഹോസ്പൈസ് കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സ. അതൊന്നും ജാതിയും മതവും കക്ഷിയൊന്നും നോക്കിയിട്ടല്ല ചെയ്യാറുള്ളത്. ഏറ്റവും ആവശ്യമുള്ള ആളുകളാണോ ആരാണോ അവർക്കാണ് ആ സഹായങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കുക. ആ പ്രവർത്തനങ്ങളൊക്കെ ജോയ് എപ്പോഴും വലിയ തരത്തിൽ അതിലൊക്കെ പങ്കുവഹിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം വിളിക്കുമ്പോഴേക്കും അദ്ദേഹം ഓടിയെത്തി അതുമായൊക്കെ സഹകരിക്കുന്ന മത സൗഹാർദ്ദത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമാണ് നമ്മുടെ പ്രിയങ്കരനായ BS ജോയ്. അപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. മുമ്പ് നമ്മൾ AK ആൻ്റണിയെ വിജയിപ്പിച്ചിട്ടുള്ളവരാണ്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, കേരളത്തിലെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ AK ആൻ്റണിക്ക് മലപ്പുറത്ത് വന്ന് മത്സരിക്കേണ്ടി വന്നു. തിരുരങ്ങാടിയിലാണ് അദ്ദേഹം മത്സരിച്ചത്. അന്ന് AK ആൻ്റണിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സമുദായ സാഹിബ് ഇവരൊക്കെ ആ കാലത്ത് ആ മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നു. ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ AK ആൻ്റണിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച ചരിത്രം മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രമാണ്. അതുമാത്രം സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ചരിത്രം. AK ആൻ്റണിയുടെ സമുദായത്തിന് അദ്ദേഹം മത്സരിച്ച ആ മണ്ഡലത്തിൽ കാര്യമായിട്ട് ഒരു പ്രാതിനിധ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും മത സഹിഷ്ണുതയുടെയും വളർച്ചയ്ക്ക് വേണ്ടി, അതിനെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി AK ആൻ്റണിയെ വിജയിപ്പിക്കേണ്ടത് ഓരോ വോട്ടറുടെയും കടമയായി, ബാധ്യതയായി, ഉത്തരവാദിത്വമായി അവിടെ എല്ലാവരും ഏറ്റെടുത്തു.
മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയുടെ മഹാനായ പൊന്നാനിയുടെ ചരിത്രത്തിൻ്റെ, പൊന്നാനിയുടെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തി ലോക പ്രശസ്തമായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ പഠന വിധേയമാണ്. അദ്ദേഹത്തിൻ്റെ തുഹഫത്തുൽ മുജാഹിദീനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ മൊയ്നും അതെല്ലാം കേരളത്തിന് മാത്രമല്ല ലോകത്ത് മുഴുവനും വൈജ്ഞാനിക മേഖലയിൽ പ്രഭ പരത്തിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ സാമൂതിരിയെ സഹായിക്കണമെന്ന്. വൈദേശികാധിപത്യത്തിനെതിരെ സാമൂതിരിയെ സഹായിക്കാൻ മാപ്പിളമാർ തയ്യാറാകണം എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അന്ന് ഫത്വ പുറപ്പെടുവിച്ചു. അപ്പോൾ ആ ഒരു പാരമ്പര്യം സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി, മതസഹിഷ്ണുതയ്ക്ക് വേണ്ടി, വൈദേശികാധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ കാത്തു സൂക്ഷിച്ച ആ മതസൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ആ നല്ല നാളുകളും ആ നല്ല ചിന്തകളും അത് എന്നും രാജ്യത്ത് നിലനിൽക്കേണ്ടതാണ്. ഇന്നിപ്പോൾ അകൽച്ചയുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരുടെ കാലമാണല്ലോ ഇത്. ഭക്ഷണരീതിയുടെ പേരിൽ, വസ്ത്രധാരണത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അതിലൂടെ ഊടുവഴികൾ തീർക്കുന്നു. അധികാരത്തിലേക്കുള്ള ഊടുവഴികൾ BJPയും സംഘപരിവാറൊക്കെ അതിലൂടെയാണ് സൃഷ്ടിക്കുന്നത്. മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരിൽ അകൽച്ച പ്രസംഗിച്ചുകൊണ്ടും അകൽച്ച വർദ്ധിപ്പിച്ചുകൊണ്ടും. പക്ഷേ അത് രാജ്യത്തിന് ഉണ്ടാക്കുന്ന കടുത്ത വെല്ലുവിളികൾ ദൂരവ്യാപകമാണ്. അത് മനസ്സിലായിക്കൊണ്ട് തന്നെ ഇന്ത്യൻ ജനത എപ്പോഴും മതേതരത്വത്തോടൊപ്പമാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് വലിയ ആശ്വാസമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും അവരുടെ ആളുകളും വലിയ കൂടുതൽ സീറ്റൊക്കെ കിട്ടും എന്നവർ പ്രതീക്ഷിച്ചു. 500ഓളം സീറ്റുകൾ സ്വന്തമായിട്ടുണ്ടാവും എന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുത്തില്ല. കേവല ഭൂരിപക്ഷം മാത്രമേ BJPക്കും അവരുടെ ആളുകൾക്കും നേടിയെടുക്കുവാൻ കഴിഞ്ഞു. അത് ഇന്ത്യൻ ജനത കാത്തുവച്ച, അല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ച മതേതരത്വത്തിൻ്റെ ആ ഒരു വലിയ സൂക്ഷിപ്പ് മുതലാണ്. സഹവർത്തിത്വം, മതസൗഹാർദ്ദം, ചേർന്നിരിക്കാനുള്ള വലിയ മനസ്സ് എന്നുള്ളത്. ആ ചേർന്നിരിപ്പിലുള്ള മനസ്സിന് പുതിയൊരു അധ്യായം ഉണ്ടാക്കുവാൻ VS ജോയിയെ വിജയിപ്പിച്ചുകൊണ്ട് ഈ തവനൂരിലെ വോട്ടർമാർ അതിന് തയ്യാറാകണം എന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. പുതുതായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളം ഐക്യജനാധിപത്യം വേണ്ടി ചിഹ്നമാണ്. ആ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ ഒപ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. തൊട്ടടുത്ത് നമ്മുടെ നൗഷാദ് അലി, അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട് പൊന്നാനിയിൽ. അതിനപ്പുറത്ത് കോട്ടകൽ അബ്ദുൽ ഹുസൈൻ തങ്ങളുണ്ട്, തിരൂരിൽ പ്രിയപ്പെട്ട കുറുക്കോളി മൊയ്തീനുണ്ട്, ഇവരുടെ അപ്പുറത്ത് PK നവാസ് ഉണ്ട് താനൂരിൽ. ഇങ്ങനെ സമീപ മണ്ഡലങ്ങളിലൊക്കെ ഉള്ള ഐക്യജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സഹായങ്ങളൊക്കെ സഹകരണം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി. ജയ്. KC അദ്ദേഹം